ഹായ് എവരിവൺ, ദിസ് ഈസ് ജിബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ ആർ എൻവയോൺമെൻറ്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ 4th പാർട്ട്, ലാസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് എന്നാണ്. ഇതിനു മുമ്പ് 3 പാർട്ടുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടുകളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് എൻവയോൺമെൻറ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലെന്താ ഡിസ്കസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ഇൻറ്ററാക്ട് വിത്ത് ദ എൻവയോൺമെൻറ്റ്. ഹ്യൂമൻ ബീയിങ്സും അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അവൻ ജീവിക്കുന്ന തൊട്ടടുത്ത സ്ഥലങ്ങളുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ഇൻറ്ററാക്ട് വിത്ത് ദ എൻവയോൺമെൻറ്റ് ആസ് വെൽ ആസ് മോഡിഫൈ ഇറ്റ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്. അപ്പോൾ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആ എൻവയോൺമെൻറ്റിനെ മോഡിഫൈയും ചെയ്യുന്നുണ്ട്, അപ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഏർലി ഹ്യൂമൻ ബീയിങ്സ് അഡാപ്റ്റഡ് ദെംസെൽഫ് ടു നാച്ചുറൽ സറൗണ്ടിങ്സ്. പണ്ടത്തെ ആൾക്കാർ അവർ നാച്ചുറലായിട്ടുള്ള ആ സറൗണ്ടിങ്ങുമായിട്ട് അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ ജീവിച്ചിരുന്നു. ദേ ലെഡ് എ സിമ്പിൾ ലൈഫ്. ഭയങ്കര ലളിതമായ ജീവിതമായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഫുൾഫിൽഡ് ദെയർ റിക്വയർമെൻറ്റ്സ് ഫ്രം ദ നേച്ചർ അറൗണ്ട് ദെം. അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന്, എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ച് അവർ ഒരു സാധാരണമായ സിമ്പിളായിട്ടുള്ള ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത്. വിത്ത് ടൈം നീഡ്സ് ഗ്രൂ. വിത്ത് ടൈം നീഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ വളർന്നു വന്നു, കൂടി വന്നു. ആൻഡ് ബിക്കെയിം മോർ വാരീഡ്. പല ആവശ്യങ്ങളായി മാറി, ഒരുപാട് ആവശ്യങ്ങളായി, പല തരത്തിലുള്ള ആവശ്യങ്ങളായി. ഹ്യൂമൻസ് ലേൺ ന്യൂ വേയ്സ് ടു യൂസ് ആൻഡ് ചേഞ്ച് എൻവയോൺമെൻറ്റിനെ പുതിയ രീതികളിൽ ഉപയോഗിക്കാനും അതിൽ ചേഞ്ചസ് വരുത്താനും പഠിച്ചു. ദേ ലേൺ ടു ഗ്രോ ക്രോപ്സ്. അതായത് ദേ ലേൺ ടു ഗ്രോ ക്രോപ്സ്. അതായത് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിളകൾ, പലതരത്തിലുള്ള ക്രോപ്സ് വിളയിക്കാൻ പഠിച്ചു. ഡൊമസ്റ്റിക്കേറ്റ് അനിമൽസിനെ വളർത്താൻ പഠിച്ചു. അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ലെഡ് എ സെറ്റിൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് താമസമാക്കി അവിടെ ജീവിക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു പണ്ട് ഹ്യൂമൻ ബീയിങ്സ്. പക്ഷേ അത് കഴിഞ്ഞ് അവർ സെറ്റിൽഡ് ലൈഫ്, വീട് ഉണ്ടാക്കി അങ്ങനെ സെറ്റിലായിട്ടുള്ള ലൈഫ് ജീവിക്കാൻ പഠിച്ചു. അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു കാലത്തിനനുസരിച്ച്. ദ വീൽ വാസ് ഇൻവെൻറ്റഡ്. വീൽ എന്ന് പറഞ്ഞാൽ ചക്രം കണ്ടുപിടിച്ചപ്പോഴാണ് കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയത്. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനും സാധനങ്ങൾ കൊണ്ടുപോകുമൊക്കെ എളുപ്പമായത്. സർപ്ലസ് ഫുഡ് വാസ് പ്രൊഡ്യൂസ്. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിലും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി. ബാർട്ടർ സിസ്റ്റം എമേർജ്ഡ്. ബാർട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക. പൈസ അല്ലാതെ ഇവിടെ നിന്ന് 1 കിലോ അരി, കുറച്ച് അരിയും കൂടെ കൊടുക്കുക, അവിടെ നിന്ന് കുറച്ച് പൊട്ടാറ്റോ കൂടെ വാങ്ങിക്കുക. അങ്ങനെ പൈസ ഇല്ലാണ്ട് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറുന്ന ആ സിസ്റ്റത്തിന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം. പണ്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, പിന്നെയാണ് പൈസ എല്ലാം വന്നത്. ട്രേഡ് സ്റ്റാർട്ടഡ് ആൻഡ് കൊമേഴ്സ് ഡെവലപ്ഡ്. കച്ചവടങ്ങളെല്ലാം സ്റ്റാർട്ടായി, കൊമേഴ്സ് ഡെവലപ്പായി, അതായത് കച്ചവടം ഡെവലപ്പായി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എനേബിൾഡ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടെ വലിയ രീതിയിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടായി പല സാധനത്തിൻ്റെയും. ട്രാൻസ്പോർട്ടേഷൻ ബിക്കെയിം ഫാസ്റ്റർ. ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്ത് പോകുന്നത്, അതെല്ലാം ഫാസ്റ്ററായി. എന്ന് പറഞ്ഞാൽ വീല് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ വണ്ടികൾ കണ്ടുപിടിച്ചു. ഇൻഫർമേഷൻ റെവല്യൂഷൻ മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈസിയർ. അപ്പോൾ ഇൻഫർമേഷനിലും വലിയൊരു വിപ്ലവം ഉണ്ടായി. ഇൻഫർമേഷൻ റെവല്യൂഷൻ വന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഈസിയായി. ആൻഡ് ഈസിയർ ആൻഡ് സ്പീഡി അക്രോസ് ദ വേൾഡ്. ലോകം മൊത്തം ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ ഈസി ആയിട്ട് ആരിലോട്ട് എത്താം, ആരിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാം, അങ്ങനെയുള്ള ഇതായി. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രേഡ് ഇൻ വിച്ച് ഗുഡ്സ് ആർ എക്സ്ചേഞ്ച്ഡ് വിത്ത് ദ യൂസ് ഓഫ്
വിതൗട്ട് ദി യൂസ് ഓഫ് മണി പൈസ അല്ലാതെ മറ്റുള്ള സാധനങ്ങൾ, ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ, ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പണ്ട് ഇതായിരുന്നു, പക്ഷേ അതെല്ലാം പിന്നീട് മാറി. ഒരുപാട് ചേഞ്ചസ് ഹ്യൂമൻ ബീയിങ്സ് അവരുടെ എൻവയോൺമെൻറ്റിൽ വന്നു. And have you ever thought why you are eating a juicy watermelon in summer and hot roasted peanuts in winter? അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ജ്യൂസി വാട്ടർമെലൻ, തണ്ണിമത്തൻ സമ്മറിൽ അത് കഴിക്കുകയും പിന്നെ ഹോട്ട് റോസ്റ്റഡ് പീനട്ട്സ് വിൻ്ററിൽ, പീനട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത ചൂടുള്ള അതൊക്കെ വിൻ്ററിൽ, തണുപ്പുള്ള കാലത്ത് എന്തിനു കഴിക്കുന്നു എന്ന് നിങ്ങൾ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എ പെർഫെക്റ്റ് ബാലൻസ് ഈസ് നെസസറി ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ്. നാച്ചുറൽ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ഹ്യൂമൻ എൻവയോൺമെൻറ്റുമായിട്ട് ഒരു പെർഫെക്റ്റ് ബാലൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഹ്യൂമൻസ് മസ്റ്റ് ലേൺ ടു ലീവ് ആൻഡ് യൂസ് ദെയർ എൻവയോൺമെൻറ്റ് ഇൻ എ ഹാർമോണിയസ് വേ. ഹ്യൂമൻസ് അവരുടെ എൻവയോൺമെൻറ്റും അവനും തമ്മിൽ ഒരു നല്ലൊരു രീതിയിൽ ജീവിക്കാൻ, ബാലൻസ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ ഈ വാട്ടർമെലനൊക്കെ സമ്മറിൽ ഉപയോഗിക്കുന്നത്, അതിൽ നിറയെ വാട്ടർ ഉണ്ട്, സമ്മറിൽ നല്ല ചൂടാണ്, നമ്മൾക്ക് ഒരുപാട് സ്വെറ്റിംഗ് ഉണ്ടാവും, വാട്ടർ ലോസ് ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്യാനാണ് നമ്മൾ വെള്ളം നന്നായി കുടിക്കുന്നതും വാട്ടർമെലൺ അങ്ങനെയുള്ളതെല്ലാം കഴിക്കുന്നതും. അത് കഴിച്ച് കഴിയുമ്പോൾ ഒരു റിലാക്സേഷനാണ്. അപ്പോൾ ആ ഒരു ബാലൻസ് ചെയ്യാനാണ്. പക്ഷേ ഇത് പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോഴത്തെ ആൾക്കാർ സമ്മർ സീസണും വിൻ്റർ സീസണിലും അതിനനുസരിച്ചുള്ള AC-യും കാര്യങ്ങളും ഹീറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ തന്നെ ഒരുപാട് ചേഞ്ചസ്, അവൻ്റെ നീഡ്സിനനുസരിച്ച്, അവൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, കംഫർട്ടിനനുസരിച്ച് എൻവയോൺമെൻറ്റിനെ മോഡിഫൈ ചെയ്തു. നൂറി, എ ഗേൾ ഫ്രം മിസോറം ഫ്രം രവീസ് ക്ലാസ് ഓഫൻ ടോക്സ് അബൌട്ട് ലഷ് ഗ്രീൻ സറൗണ്ടിങ്സ് ഓഫ് എ പ്ലേസ്. അപ്പോൾ നൂറി താമസിക്കുന്നത് മിസോറത്തിലാണ്, നോർത്ത് ഈസ്റ്റിലെ മിസോറം എന്ന സ്ഥലത്ത്. മിസോറത്തിലും ഇതുപോലെ തന്നെ കേരളത്തെ പോലെ തന്നെ നല്ല ഗ്രീനറിയൊക്കെ ഉള്ള നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നൂറി എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. സീയിങ് രവി അപ്സെറ്റ് അറ്റ് ഹാവിങ് ലോസ്റ്റ് ഹിസ് പ്ലേഗ്രൗണ്ട്. അത് നമ്മൾ ഈ പാഠത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച് നോക്കിയിരുന്നു. രവി ഭയങ്കര അപ്സെറ്റായിരുന്നു. ആ പ്ലേഗ്രൗണ്ടിൽ ബിൽഡിംഗ് വരാൻ പോവാണ്, അവൻ്റെ പ്ലേഗ്രൗണ്ട് ഇല്ലാണ്ടായി. അതിൽ ഭയങ്കര സങ്കടമായിരുന്നു. നൂറി ഇൻവൈറ്റഡ് ഹിം ടു വിസിറ്റ് ഹെർ ഹോം സ്റ്റേറ്റ്. Nuri invited him to visit her home state during the coming vacation. വരുന്ന വെക്കേഷനിൽ നൂറിയുടെ ഹോം സ്റ്റേറ്റ് മിസോറത്തിലോട്ട് ഇവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. Ravi's teacher asked the students to draw the landscape, houses and activities of people and places they visit during the holidays. ഹോളിഡേയ്സിൽ അവർ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെയും പ്ലേസസിനെ കുറിച്ചും അതിൻ്റെ ലാൻഡ്സ്കേപ്പ് അതിനെക്കുറിച്ചെല്ലാം പടം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ ടോപ്പിക്കിൽ, ഈ ലാസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതായത് അതുപോലെ തന്നെ 5th ജൂൺ എവറി ഇയർ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ സെലിബ്രേറ്റിംഗ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് അതിൽ ചെറിയ ഡു യു നോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയുമോ. അതായത് 5th ജൂൺ എവറി ഇയർ ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ആ എൻവയോൺമെൻറ്റ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതായിരുന്നു ഈ ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ കുറിച്ചുണ്ടായത്. പണ്ടുള്ള എൻവയോൺമെൻറ്റും ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെ ജീവിച്ചോ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ, ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു ഈ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൽ 4 പാർട്ടുണ്ട്. ആ 4 പാർട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe, like and share. Thank you.